ഇപ്പൊ ഷെയ്ഖ് സജ്ജാദ് ഗുൽ എന്ന് പറയുന്ന പഹൽഗാം ആക്രമണത്തിന്റെ സൂത്രധാരൻ, അതായത് ദ റെസിസ്റ്റൻസ് ഫ്രണ്ടിന്റെ തലവനാണ്. ഇയാള് കേരളത്തിൽ വന്ന് പഠിച്ചിരുന്നു. അതായത് കേരളത്തിൽ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കാനായിട്ട് എത്തി. ഇക്കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് MBA പഠിച്ചതിന് ശേഷമാണ് ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കാൻ കേരളത്തിൽ വന്നത്. അപ്പോൾ ഇയാൾ ആ കോഴ്സ് പഠിക്കാൻ ഇവിടെ വരുമ്പോൾ എത്ര ആളുകളുമായിട്ട് ബന്ധമുണ്ടായിരിക്കാം, ഇയാളെ ഇങ്ങോട്ട് അയച്ചത് ആരായിരിക്കാം, ഇതിന്റെയൊക്കെ കാര്യങ്ങൾ ഇനി അന്വേഷിക്കേണ്ടതല്ലേ? ശരിക്കും നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമല്ലേ ഇത്? വളരെയധികം ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ ഇത്തരത്തിൽ ഉള്ള ഒരു വലിയൊരു ഭീകരാക്രമണത്തിന്റെ, ഇന്ത്യയെ നടുക്കിയ വലിയൊരു ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ കേരളത്തിൽ പഠിച്ചിരുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗൗരവം എത്രമാത്രം ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാശ്മീരിൽ ജനിച്ചു വളർന്ന 50-കാരനായ ഇയാൾ പാകിസ്ഥാനിലെ റാവൽപിണ്ടി കേന്ദ്രമാക്കിയാണ് ഭീകരപ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. ഇയാൾ കേരളത്തിൽ പഠിച്ചിട്ടുള്ള ഇയാൾ 2022 ഏപ്രിലിൽ ദേശീയ അന്വേഷണ ഏജൻസി ഭീകരനായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. അതായത് വിവരങ്ങൾ നൽകുന്നവർക്ക് 10 ലക്ഷം രൂപ പ്രതിഫലവും പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇദ്ദേഹം ശ്രീനഗറിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ സജ്ജാദ് ബംഗളൂരിൽ നിന്നാണ് MBA പഠനം പൂർത്തിയാക്കി. ഈ MBA പഠനം പൂർത്തിയാക്കിയ ശേഷം കേരളത്തിൽ വന്ന് ലാബ് ടെക്നീഷ്യൻ കോഴ്സ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു എന്താണ് അതിന് വിശ്വാസ്യത നമുക്ക് ഇപ്പം നമ്മൾ 10ാം ക്ലാസ് പഠിച്ച ഒരാൾ പിന്നെ വന്ന് LKG പഠിക്കുന്നു എന്ന് പറയുന്ന പോലെ ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഇയാൾ പഠിക്കാൻ വേണ്ടി അല്ല വന്നത്, ഇയാൾ മറ്റു പല പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ഇവിടെ വന്ന് ഈ ലാബ് ടെക്നീഷ്യൻ പോലൊരു കോഴ്സ് തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് ഭീകരർക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകാൻ കേരളത്തിൽ ആരൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ കേരളത്തിൽ ഇയാളുടെ ബന്ധങ്ങൾ, ഇതൊക്കെ വളരെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്, അല്ലെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. അതിനനുസരിച്ചുള്ള പരിഹാരം ഉണ്ടാകേണ്ടതാണ്. അയാൾ അന്നേ സംശയത്തിന്റെ ഈ നിഴലിൽ നിൽക്കേണ്ട ഒരാളാണ്. കാരണം എന്താ വെച്ചാൽ ഇയാൾ 2002 ഡൽഹിയിലെ നിസാമുദ്ദീൻ എക്സ്പ്രസിൽ RDX-ഉമായിട്ട് വന്നു. കാരണം 5 കിലോ RDX കടയിലുണ്ട്. അപ്പം റെയിൽവേ പോലീസ് നടത്തിയ പരിശോധന ഇയാളെ പിടികൂടി ചോദ്യം ചെയ്തപ്പോൾ പറയുന്നു, ഞാൻ നഗരത്തിൽ സ്ഫോടനം നടത്താൻ ലക്ഷ്യമിട്ടു. അപ്പോൾ നടത്താൻ ലക്ഷ്യമിടുന്ന ഒരാളല്ലല്ലോ, ഒരു ഗ്രൂപ്പ് അല്ലേ. അപ്പൊ ഏതോ ഗ്രൂപ്പിന് വേണ്ടി പ്രവർത്തിച്ച് ഇയാളെ പിടികൂടുന്നു. 2003 വിചാരണയൊക്കെ നടപടി പൂർത്തിയായി 10 വർഷത്തേക്ക് ഇയാളെ ശിക്ഷിക്കുകയാണ്. ഈ 10 വർഷത്തെ ശിക്ഷ കഴിഞ്ഞ് ഇയാൾ പുറത്തിറങ്ങുമ്പോൾ ഇയാളെ തേടി പാക് ഭീകര സംഘടന എത്തുകയാണ്. അതായത് ISIലേക്ക് ഇയാളെ കൊണ്ടുവരണം. എന്നിട്ട് ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിക്കുന്നുണ്ട്. കാശ്മീരിൽ ഇതിന്റെ ചുമതല നൽകണം. അപ്പൊ ഇയാൾ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചാണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് ഇയാൾ ജമ്മു കാശ്മീർ തിരിച്ചെത്തുന്നു. എന്നിട്ട് അവിടെ ഒരു ലാബൊക്കെ തുറക്കുന്നു. സ്വാഭാവികമാണ് ഒരു ലാബ് തുറക്കുക. അപ്പൊ ഇയാൾ ലാബ് തുറക്കുന്നു, അതിന്റെ മറവിൽ പ്രവർത്തിക്കുന്നു. പക്ഷേ ഇയാളുടെ പ്രവർത്തനങ്ങൾ റാവൽപിണ്ടി കേന്ദ്രീകരിച്ചുള്ള ഭീകരവാദ പ്രവർത്തനമാണ്. ഇത് അവിടുത്തെ അന്വേഷണ സംഘം കണ്ടെത്തുകയും ചെയ്തു. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 5 കിലോ RDX-ഉമായി ഡൽഹി പോലീസ് ഇയാളെ പിടികൂടിയായിരുന്നു. നഗരത്തിൽ സ്ഫോടനം നടത്താൻ ലക്ഷ്യമിട്ടായിരുന്നു ഈ പദ്ധതി. അത് പിടികൂടിയില്ലായിരുന്നെങ്കിൽ ഒരു വലിയ സ്ഫോടനത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്നേനെ. അതുമാത്രമല്ല 2003 ഓഗസ്റ്റ് 7-ന് 10 വർഷം തടവിന് ഇയാളെ വിധിച്ചു. 2017 ജയിൽ മോചിതനായ ശേഷം പാകിസ്ഥാനിലെത്തിയ ഇയാളെ ISI ലക്ഷ്യമിടുകയും ലഷ്കറുടെ കീഴിൽ TRF ചുമതല ഏൽപ്പിക്കുകയായിരുന്നു. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വരുമ്പോൾ സ്വാഭാവികമായും ഈ ഇത്തരം ഭീകര പ്രവർത്തനങ്ങൾക്കൊക്കെ കേരളത്തിൻ്റെ സഹായം എത്രമാത്രം ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇപ്പോൾ തഹാവൂർ ഹുസൈൻ റാണയെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും അയാൾ കൊച്ചിയിൽ വന്ന് താജ് ഹോട്ടലിൽ താമസിക്കുന്ന സമയത്ത് സിനിമാ നടികൾ ഉൾപ്പെടെ അയാളുമായി ബന്ധമുണ്ടായിരുന്നു. ജഡ്ജിമാർ, സുപ്രീം കോടതി ജഡ്ജിമാർ ഉൾപ്പെടെ ഇയാളുമായി ബന്ധം പുലർത്തിയിരുന്നു. മറ്റ് പലരുമായും ബന്ധമുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതുമാത്രമല്ല ഈ ലോക്നാഥ് ബെഹ്റ മുൻ DGP പറയുന്നത് ഇയാളെ ചോദ്യം ചെയ്താൽ കേരളത്തിൽ എത്ര പേരുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്താൻ കഴിയും, ഇയാൾക്ക് ധാരാളം പേരുമായി ബന്ധമുണ്ടെന്നാണ് ബെഹ്റ മനസ്സിലാക്കുന്നതെന്നും പറഞ്ഞു. സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ഉയർന്ന പ്രൊഫൈലിലുള്ള ജഡ്ജിമാരെയൊക്കെ ആയിട്ട് ബന്ധമുണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഇവരുടെ പ്രവർത്തനങ്ങൾ ഏത് തരത്തിലായിരിക്കും പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ ഈ തഹാവൂർ ഹുസൈൻ റാണെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയൊക്കെ ഏറെ നാൾ നീണ്ട നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് അവിടെ നിന്നും ഇന്ത്യൻ ജയിലിൽ എത്തിച്ചത്. സ്വാഭാവികം അതിനുശേഷം നടക്കുന്നൊരു ഭീകര പ്രവർത്തനമായതുകൊണ്ട് ഇത് ഏതൊക്കെ തരത്തിൽ റാണ ജയിലിലായതിനു ശേഷമാണ് ഇത് നടക്കുന്നത്. സ്വാഭാവികമായി ഇതിനകത്ത് റാണ ബന്ധപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ പറയുന്ന ഈ കേരളത്തിൽ പഠിച്ച ഇയാൾ ബന്ധപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇയാൾ അതിൻ്റെ തലവനാണ്, ഈ ബന്ധപ്പെട്ടിട്ടോ എന്നല്ല, ഇയാളും റാണയും തമ്മിൽ ബന്ധമുണ്ടോ എന്നൊക്കെ ഉള്ളത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെ. ഇപ്പൊ ഇയാൾക്ക് 50 വയസ്സുണ്ട്. അപ്പം ഇയാൾ 50 വയസ്സുള്ള ആ പ്രായത്തിനുള്ളിൽ ഇയാൾ എത്ര ആൾക്കാരുമായി ബന്ധപ്പെട്ടു? ബംഗളൂരിൽ പഠിക്കാൻ പോകുമ്പോൾ അവിടെയുള്ള കുറെ ആൾക്കാരുമായിട്ട് ബന്ധപ്പെടുമല്ലോ. അപ്പൊ ഇയാളുടെ ആശയങ്ങളുമായി യോജിക്കുന്ന, അല്ലെങ്കിൽ കശ്മീരിന്റെ ഈ വിഘടനവാദവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ താല്പര്യമുള്ള ആളുകൾ ഇയാൾ കണ്ടുമുട്ടാൻ സാധ്യത കൂടുതലാണ്. ഇനി കേരളത്തിലേക്ക് വരുന്നു. MBA പഠിച്ച ഒരാൾ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കാൻ വേണ്ടി കേരളത്തിൽ വരാൻ കേരളം
അത്രയും മികച്ച ഒരു സംസ്ഥാനമൊന്നും അല്ല ഇത് പഠിക്കാൻ വേണ്ടി. അതെ. അപ്പൊ ഇയാൾ വരുന്നത് മറ്റെന്തോ ഉദ്ദേശത്തോടു കൂടിയാണ്. എന്നിട്ട് ഇയാൾ തിരിച്ച് അവിടെ ചെല്ലുന്നു. അപ്പൊ ഇയാൾ ഭീകരപ്രവർത്തനം നടത്തുന്നതും കശ്മീരിൽ നടത്തിയ പല സ്ഫോടനങ്ങളുടെയും പിന്നിൽ ഈ പറയുന്ന സജ്ജാദ് ഗുൽ ആണെന്നും അന്വേഷണ സംഘം തിരിച്ചറിഞ്ഞു. അങ്ങനെ 2022 ഏപ്രിലിൽ ഇയാളെ ഭീകരനായിട്ട് നമ്മുടെ ദേശീയ അന്വേഷണ ഏജൻസി പ്രഖ്യാപിച്ചു. മാത്രമല്ല ഇയാളെ പിടിച്ചു കൊടുക്കുന്നവർക്ക് 10 ലക്ഷം രൂപയും കൊടുക്കും. അപ്പോൾ ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടനയുടെ തലപ്പത്തേക്കാണ് ഇയാളെ നിയോഗിച്ചതെങ്കിലും ഇതിന്റെ ചരട് മുഴുവൻ ലഷ്കർ ഇ തോയ്ബ എന്ന് പറയുന്ന ഭീകര സംഘടനയ്ക്കാണ്. അപ്പോൾ ലഷ്കർ ഇ തോയ്ബ ആയിക്കോട്ടെ, ജെയ്ഷെ മുഹമ്മദ് ആയിക്കോട്ടെ, ഭീകര സംഘടനകൾക്ക് കേരളവുമായിട്ട് ബന്ധമുണ്ട്. അതാണ് ബിനു നേരത്തെ പറഞ്ഞ തഹാവൂർ റാണയുടെ കേരളത്തിലെ രംഗപ്രവേശം. ഇവിടെ വന്നതിന് ശേഷം ഇയാൾ എന്തിനാണ് വന്നതെന്ന് അന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആളുകളെ റിക്രൂട്ട് ചെയ്യാൻ വന്നു. എന്തിനു വേണ്ടി? അതും ജമ്മു കാശ്മീരിലേക്കായിരുന്നു റിക്രൂട്ട് ചെയ്യുന്നത്. അറിയാലോ, നമുക്ക് 3-4 മലയാളികൾ അവിടെ വെച്ച് വെടിയേറ്റ് മരിക്കുകയൊക്കെ ചെയ്ത്. അപ്പോൾ ഈ തഹാവൂർ റാണയെ കുറിച്ച് കൃത്യമായ വിവരങ്ങൾ കേരള പോലീസിനുണ്ടായിരുന്നുവെന്ന് മുൻ DGP തന്നെ വ്യക്തമാക്കുമ്പോൾ അന്ന് ഈ അന്വേഷണം മരവിപ്പിക്കാനായിട്ട് ആരൊക്കെയോ കേന്ദ്രങ്ങൾ അല്ലെ ഏതൊക്കെയോ കേന്ദ്രങ്ങൾ ശ്രമിച്ചു. അതുകൊണ്ടാണ് ഇയാൾ പിടിക്കപ്പെടാതിരുന്നത്. അപ്പോൾ ഇയാൾ പഠനത്തിന് വേണ്ടിയിട്ട് ഓരോ സംസ്ഥാനത്തും വരുന്നത് ഇയാളുടെ ഓപ്പറേഷന്റെ ഭാഗമായി തന്നെയാണ്. ഇപ്പോൾ ഇയാൾ ഇത്തരത്തിലുള്ള ആസൂത്രണവുമായിട്ട് മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ മുമ്പ് ഇതിനകത്ത് കൃത്യമായ പ്ലാനിങ് നടപ്പാക്കാൻ ഇയാളെ തെരഞ്ഞെടുത്തു. ഇപ്പോൾ ഇയാൾ ഇന്ത്യൻ ജയിലിൽ കിടന്നു. അന്ന് RDXുമായിട്ട് വന്നതാണ്. അന്ന് ഇയാളൊരു സാധാരണ ഭീകരപ്രവർത്തകൻ എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ, അല്ലേ? ഒരു വലിയ ഭീകരവാദി നേതാവെന്നും പറയില്ല. പക്ഷെ ഇയാൾ അത്രയും കരുത്തനാണെന്ന് 5 കിലോ RDXുമായി പിടിച്ചപ്പോഴാണ് ഈ പാകിസ്ഥാനിലെ തീവ്രവാദ സംഘങ്ങൾ മനസ്സിലാക്കിയത്. അതുകൊണ്ട് ഇയാളെ നമുക്കിനി ISIയിലേക്ക് റിക്രൂട്ട് ചെയ്യാം, നമുക്ക് വേണമെന്ന് പറയുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കശ്മീർ എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ വിമോചനത്തിനായിട്ട് കുറേ പേര് പ്രവർത്തിക്കുന്നു, വലിയ സംഘർഷം ഉണ്ടാകുന്നു. അപ്പോൾ അതിനുവേണ്ടി മാത്രം ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ലഷ്കർ ഇ തോയ്ബയുടെ ഒരു ഉപവിഭാഗമാണിത്. അപ്പോൾ അതിൻ്റെ തലപ്പത്തേക്ക് ഇയാളെ കൊണ്ടുവരുന്നു. ഇയാൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അയാൾക്ക് ജമ്മു കാശ്മീരിൽ ലാഭം നടത്തുന്നു. കാരണം ജന്മം കൊണ്ട് ഇയാൾ ജമ്മു കാശ്മീരുകാരനാണ്, പക്ഷേ പ്രവർത്തന മേഖല റാവൽപിണ്ടിയാണ്. അപ്പോൾ ഇതെല്ലാം കാണിച്ചു വെക്കുന്നത് ഈ പാകിസ്ഥാനിൽ ജനിച്ചു വളർന്ന അവിടെ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന അല്ലെ കശ്മീരിൽ ജനിച്ചു വളർന്നിട്ടും ഭീകരവാദത്തിലേക്ക് തിരിയുന്ന അവർക്കൊക്കെ കേരളത്തിലേക്ക് എത്താൻ ആക്സസ് ഉണ്ട്. വളരെ എളുപ്പമായ വഴികളിലൂടെ അവർക്ക് എത്താനും എന്തിനും ഇവിടെ പഠനം പൂർത്തിയാക്കാനും കഴിയും. ഒന്ന് ആലോചിക്കുക, പഹൽഗാമിൽ 26 പേര് കൊല്ലപ്പെട്ടു. അതിലൊരാൾ നമ്മുടെ രാമചന്ദ്രൻ എന്ന് പറയുന്ന കൊച്ചി ഇടപ്പള്ളി സ്വദേശിയാണ്. ഈ അയാളുടെ മകൾ, അയാളുടെ ഭാര്യ, ആ കുടുംബമൊക്കെ വേദനിക്കുന്നു. നോക്കുമ്പോൾ എന്താ, അവരെയൊക്കെ കൊന്ന ഈ TRFന്റെ ആസൂത്രകൻ അതായത് സജ്ജാദ് ഗുൽ കേരളത്തിൽ വന്ന് പഠിക്കുന്നു. കേരളത്തിൽ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കാൻ വരുന്നു. അപ്പോൾ ഇയാളെ കുറിച്ച് എന്തുകൊണ്ട് അന്വേഷിച്ചില്ല? ഇയാളുടെ വേരുകളെ കുറിച്ച് അന്ന് എന്തുകൊണ്ട് തിരക്കിയില്ല? ഇതൊക്കെ അവർ സംശയിച്ചാൽ തെറ്റു പറയാൻ പറ്റില്ലല്ലോ. ഒരിക്കലും പറ്റത്തില്ല. അത് മാത്രമല്ല, ഈ കേരളത്തിന്റെ സർക്കാർ, ഇപ്പോഴത്തെ ഇടതുപക്ഷ സർക്കാർ ഇവർക്ക് ഒത്താശ ചെയ്ത് കൊടുക്കുന്ന നടപടിയാണ് കണ്ടുവരുന്നത്. നമുക്കറിയാം, ഈ പാകിസ്ഥാൻ്റെ ആക്രമണത്തെ പോലും വേറൊരു തരത്തിലാണ് ഈ ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റ് അണികൾ പോലും കാണുന്നത്. അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളും അതൊക്കെ കാണുമ്പോൾ അറിയാം. ശരിക്കും കേരളത്തിൽ ഇരുന്നുകൊണ്ട് പാകിസ്ഥാന് ജയ് വിളിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ന്യൂനപക്ഷ പ്രീണനം വർദ്ധിച്ചു വരികയാണ്. ഈ പിണറായി വിജയൻ സർക്കാർ അത്തരത്തിൽ ഇങ്ങനെയുള്ളവരെ പ്രോത്സാഹിപ്പിച്ചു 10 വോട്ട് കിട്ടുന്നതിന് വേണ്ടി ഈ രാജ്യത്തെ തന്നെ ഒറ്റുകൊടുക്കുന്നതിന് തുല്യമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ കൃത്യമായ ഒരു താക്കീത് കൊടുത്തിരുന്നെങ്കിൽ ഈ രീതിയിൽ അണികൾ പ്രവർത്തിക്കും. സോഷ്യൽ മീഡിയയിലടക്കം ഇത്തരത്തിൽ പാകിസ്ഥാന് എന്ന് വെച്ചാൽ ഡയറക്റ്റായിട്ട് അല്ലെങ്കിലും ഇൻഡയറക്റ്റായിട്ട് പോലും പാകിസ്ഥാന് ജയ് വിളിക്കുന്ന രീതിയിലുള്ള ഒരു സമീപനത്തിലേക്ക് സംസ്ഥാന സർക്കാർ അണികളെ കൊണ്ട് എത്തിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു വലിയ അപകടകരമായ ഒരു അവസ്ഥ കൂടിയാണ്. കാരണം ഇത്തരത്തിൽ ഈ പറഞ്ഞ പോലെ സിനുജി പറഞ്ഞതുപോലെ ഇവിടെ ഈ ഒരു രാമേന്ദ്രൻ ഉൾപ്പെടെ ഇവിടെ ജീവൻ ഹോമിക്കപ്പെടുകയാണ്. അവരുടെ കുടുംബം അത്രയധികം വിഷമിക്കുകയാണ്. അതുമാത്രമല്ല, 14-15 ദിവസം വിവാഹം കഴിഞ്ഞ് വന്ന ദമ്പതികളിൽ ഭർത്താവിന് മരണം സംഭവിക്കുകയാണ്. അവർ മധുവിധു തീരും മുമ്പ് ഭർത്താവിനെ കവർന്നെടുക്കുകയാണ്. ഇതിനൊന്നും മറുപടി കൊടുക്കണമെന്നാണോ ഈ ഇവർ പറയുന്നത്? എന്ത് അവസ്ഥയിലേക്കാണ് കേരളം എത്തുന്നത്? ശരിക്കും ഇയാളെ കുറിച്ച് 2022 24 ഇടയ്ക്ക് സൗത്ത് സെൻട്രൽ കാശ്മീരിൽ നിരവധി സ്ഫോടനങ്ങൾ ഉണ്ടായി. അതിലൊക്കെ തന്നെ ഈ സജ്ജാദ് ഗുൽ പ്രതിയാണ്. അതുകൊണ്ടാണ് ഇയാളെ 10 ലക്ഷം രൂപ തലയ്ക്ക് പ്രഖ്യാപിച്ചുകൊണ്ട് ഭീകരനായിട്ട് പ്രഖ്യാപിച്ചത്. ഇയാൾക്ക് കേരളത്തിൽ വന്ന് പഠിക്കാനുള്ള അവസരം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇയാളെ സഹായിക്കുന്ന കുറേയധികം വേരുകൾ കേരളത്തിൽ ഇപ്പോഴും ഉണ്ട്. നമ്മൾ പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള ഭീകരവാദ സംഘടനകളെ സപ്പോർട്ട് ചെയ്യുന്ന, അവർക്ക് സാമ്പത്തികമായി സഹായം ചെയ്യുന്ന പലരും കേരളത്തിലുണ്ട്. പക്ഷെ അന്നേരം ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇടപെട്ടിട്ട് അത് വെറുതെ പറയുന്നതാണ്, അത്തരത്തിലൊന്നും ഉണ്ടാവില്ല, കേരളം മതേതര നിലപാട് സ്വീകരിക്കുന്നതാണെന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ അന്വേഷണ സംഘം പറയുന്നുണ്ട് പഹൽഗാം സംഭവത്തിന്റെ സൂത്രധാരൻ സജ്ജാദ് ഗുൽ കേരളത്തിൽ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചുവെന്ന്. എന്തായാലും ഇതേക്കുറിച്ചുള്ള അന്വേഷണം ഇനി പുറത്തു വരണം. അയാളുമായിട്ടുള്ള കണക്ഷനുള്ള ആളുകളുണ്ടെങ്കിൽ അവരെ പുറത്തു കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ ഈ തീവ്രവാദ ഭീകരവാദ ബന്ധങ്ങളെ നമുക്ക് വേരോടെ പിഴുതെറിയാൻ സാധിക്കുകയുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.